മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇന്നലെ നമ്മൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടി. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് കിടന്നിരുന്ന ഹൃദയമായിരുന്നു ഈശോയുടെ ഹൃദയം. ആ ഹൃദയത്തോട് ചേർന്ന് കിടന്നപ്പോൾ അമ്മയുടെ ഹൃദയം വിമല ഹൃദയമായി, ഈശോയുടെ ഹൃദയം തിരുഹൃദയമായിട്ട് മാറി. ഒരു ഹൃദയമുള്ള ഒരമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഈ തിരുനാളിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഒരമ്മ ഹൃദയം ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു അതാ. കാരണം അമ്മയുടെ സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹമാണ്. തന്റെ മക്കളെ ഒരമ്മ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അത്ര വലിയ സ്നേഹമാണ് ഒരമ്മയ്ക്ക് തന്റെ മക്കളോടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരമ്മ പരിശുദ്ധ കന്യകാമറിയം നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസമാണ്. പരിശുദ്ധ അമ്മയുടെ അമ്മ ഹൃദയം നമ്മൾ കാനായിലെ വിവാഹ വിരുന്നിൽ കാണുന്നില്ലേ? ആ കുടുംബത്തില് വലിയ വേദനയിലൂടെ കുടുംബം കടന്നുപോവുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, എവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷത്തിൽ അവിടെ പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയം പ്രവർത്തിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. അമ്മ ആ പെൺകുട്ടിയുടെ ജീവിതം എവിടെ തീർന്നു എന്ന് തോന്നുന്നു അവിടുന്ന് കരം പിടിച്ച് ഉയർത്തുകയാണ്. അമ്മയുടെ ഇടപെടല് ആ പെൺകുട്ടിക്ക് ഒരു ജീവൻ നൽകുകയാണ്. ഇതുപോലെ പരിശുദ്ധ അമ്മ ഒരു അമ്മ ഹൃദയമുള്ളവളാണ്. ആ അമ്മയുടെ ഹൃദയം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ആ അമ്മയുടെ ഹൃദയം നമ്മുടെ ജീവിതത്തെയും മനസ്സിലാക്കും. ആ അമ്മയുടെ ഹൃദയം നമ്മുടെ നൊമ്പരങ്ങളെ മനസ്സിലാക്കും. ആ അമ്മയുടെ ഹൃദയം നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെയും നമ്മുടെ അസ്വസ്ഥതകളെയും മനസ്സിലാക്കും. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കും. ആ അമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അധ്വാനങ്ങളിൽ ആ അമ്മ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പഠനങ്ങളിൽ അമ്മയുണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിത വഴികളിൽ ഈ അമ്മയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ആരും മറന്നുപോകരുത്. ഈ അമ്മ നമുക്കൊരു കരുതലാണ്. ഈ അമ്മ നമുക്കൊരു സംരക്ഷണമാണ്. ഈ അമ്മ നമുക്ക് ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥയാണ്. ഈ അമ്മ നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം നേടിത്തരും. അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വേദനകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഹൃദയമുള്ളവളാ പരിശുദ്ധ അമ്മ. ആ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർത്താം. കാനായിലെ കുടുംബത്തില് ആ പ്രശ്നം ഉണ്ടായപ്പോ അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അത് പരിഹരിക്കപ്പെട്ടത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അമ്മയുണ്ടായിരിക്കട്ടെ. അമ്മയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പുവരുത്താം. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം. അമ്മയുടെ മധ്യസ്ഥ കൂടുതൽ അപേക്ഷിക്കാം. അമ്മയെ നമുക്ക് ചേർത്ത് നിർത്താം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും അടുത്ത മുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെ, പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, ദുരാത്മശക്തികളെയും അങ്ങ് നിർവീര്യമാക്കണമേ. കർത്താവേ, അമ്മയുടെ മധ്യസ്ഥ ഇവർക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.